വരില്ലേ? എന്താ പറയാ, വലിയ വലിയ കാര്യങ്ങളാണത്. എന്നെ കണ്ടാൽ വിവര വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നും ഇല്ല. അവിടെ കണ്ട് കൈവച്ചിട്ട് നാളെ എൻ്റെ പടത്തെ പടം പോകുമ്പോൾ അവിടെ കട്ടി മാറ്റി വരും. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവമല്ലേ. കുറ്റം പറയാൻ പറ്റില്ല. സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ. സോ പ്രായത്തിനുള്ള സെൻസറിങ് കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടത് തന്നെയാണ്. അങ്ങനെ വെറുതെ അങ്ങനത്തെ ഒരു നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവമൊന്നും ഒരു പടത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് തന്നെയാണ്. സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും വെട്ടേണ്ട രീതിയിലേക്ക് വരുന്നു. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സെൻസർ ശരിയായിട്ടുണ്ടാവില്ല. അത് നേരത്തെ ഒരിക്കൽ വെട്ടി ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നര വെട്ടിയിട്ടുണ്ടാവും. ഈസി ആയിട്ട് കാണുവാണ്. സീരിയസ് കാണാൻ പറ്റുമോ? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണത്. ഇഡിയെ ഭയക്കുന്നു. ഞാനോ അത്ര നമുക്ക് പേടിയും കാര്യമൊന്നും അത് നടക്കട്ടെ. സെൻസർ ചെയ്യട്ടെ. എത്ര നാള് ചെയ്യുമല്ലേ നോക്കാം നമുക്ക്. നടന്നുകൊണ്ടിരുന്നപ്പോ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി മിന്നൽ 2 സംഭവിക്കുമ്പോൾ ബേസിലായിട്ട് ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഹീറോ ആണ്. ഇനി അങ്ങനെ രീതിയിലുള്ള പ്രഷറിലൂടെ ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ? ഇല്ല, അങ്ങനെ പ്രഷർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രഷറാണ്. ഇപ്പം ഈ സിനിമയിലാണെങ്കിലും മരണമാസത്തിന് ശിവപ്രസാദിന് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശിവപ്രസാദ് പ്രഷർ ഉണ്ടായിരുന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും സിനിമയുടെ സ്കെയിലും അതുമൊക്കെ ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എന്തായാലും ഏത് സിനിമ ചെയ്താലും ഉണ്ടാകും. അതിപ്പോൾ മിന്നൽ മുരളി 2 ചെയ്താലും ഒക്കെ അതിനനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാകും. കാരണം ആ സിനിമ ആസ്പയർ ചെയ്യുന്ന അതിലും വലിയൊരു സിനിമയായിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബജറ്റിലും വലിയ സിനിമയായിട്ടായിരിക്കും അത് അതിൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷറിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും കൂടുതൽ ഇന്നോവേറ്റീവായിട്ടൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുക. നമ്മൾ ഭയങ്കര ലക്ഷറിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉഴപ്പിപ്പോകും. ഇത് ശരിക്കും നമ്മൾ കുറേ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ നിരന്തരമായിട്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ്. അത് 2 സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ പറ്റാണ്ടായി പോകും. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും ഫൈറ്റ് ചെയ്യണം. എന്നാൽ അമിത ചെലവോ അനാവശ്യ ചെലവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറും ഫൈറ്റ് ചെയ്യണം. അതിന്റെ പേരിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതിനെ പരിഹരിച്ച് സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്ന ഡയറക്ടറും അനാവശ്യമായിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊഡ്യൂസറുമുള്ളൊരു സിനിമയാണ് ഏറ്റവും അതിന്റെ കറക്റ്റ് ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് സിനിമയ്ക്ക് ഗുണമേ ചെയ്യുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മളുടെ ഈ നമുക്ക് കുറേ വെല്ലുവിളികളും പ്രതിസന്ധികളും കുറേ കോൺസ്ട്രെയിൻസും ഒക്കെ നമുക്കുണ്ടാവും. അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അങ്ങനെ സിനിമകൾ എടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉറപ്പായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യും. അത് ആ കൺവീനിയൻസ്, പല മൈനർ ഇൻകൺവീനിയൻസസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ ഒരു പുതിയൊരു ക്രിയേറ്റീവ് രീതികളോ അങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പരീക്ഷ നോക്കുന്നത് അങ്ങനത്തെ ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നല്ലതാണ് അങ്ങനെ പ്രശ്നം.